ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ രണ്ടാമത്തെ ഫ്രീ ഡേ ആണ്. ഇന്ന് വർക്കില്ല. ഇന്നലെ ഞാനിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു, ഒരു പണിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എങ്ങോട്ടേലും പോവാന്ന്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസും ഉണ്ട്. ഞാൻ മുമ്പൊരുമായിട്ട് ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ അടുത്തൊന്നും പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഫോട്ടോസ് കണ്ടു, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ എന്ന്. സോ ഇന്ന് ഞാൻ അവിടെ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി ഇതെല്ലാം കാണിക്കാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത് തന്നെ ഒരു ട്രാം സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ഈ പ്ലേസ് വേറൊരു അറ്റത്തായതുകൊണ്ട് നമുക്ക് 2 ട്രാം പിടിച്ച് വേണം പോകാൻ. ആദ്യത്തെ ട്രാം കയറി 7 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം അടുത്ത ട്രാം പിടിച്ച് ആ സ്ഥലം എത്താൻ. പിന്നെ ട്രാമിലാണെങ്കിലും ഞാൻ കുറച്ച് തിരക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇത്രയും ചൂടുള്ളൊരു ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം പുറത്തായിരുന്നു. ട്രാമിലാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കഷ്ടിച്ചാണ് സീറ്റൊക്കെ കിട്ടിയത്. ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ സമ്മർ ടൈം എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ പോലെ. ഒരുപാട് മാസത്തെ ഈ വിൻ്റർ ഡിപ്രഷനും ഈ ഡാർക്ക്നെസ്സൊക്കെ കണ്ട് കുറച്ച് വെളിച്ചവും ഒരു ചൂടൊക്കെ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് അവരത് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. സാധാരണ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകാത്ത ഒരാളാണ്. പിന്നെ ഇത് എത്ര ദിവസം കാണും എന്ന് അറിയാത്തത് കൊണ്ടാണ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വലിയ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച്. എന്താ ചെയ്യാം. സോ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇത് വിക്ടറി പാർക്ക് അല്ലെങ്കിൽ ഉസ്ബാരാസ് പാർക്ക് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു റിഗയിൽ ഈ ചെറി ബ്ലോസം കാണാൻ പറ്റുന്ന മെയിൻ പ്ലേസ് ഇതാണെന്ന്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ വേറെ എവിടെയും ഇതുപോലെ മെൻഷൻ ചെയ്തേക്കുന്ന കണ്ടില്ല. ഈ ഒരു പ്ലേസാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. സോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മരങ്ങളെല്ലാം ചെറുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് കാണാനും നല്ല രസവും ഉണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി ഇത് 2 to 3 വീക്സ് ആണെന്ന് തോന്നുന്നു കാണത്തുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഈ ഒരു ടൈം തീരുന്നതിന് മുമ്പ് തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ഒരു വലിയ പാർക്കാണ്. അതിൻ്റെ ഓരോ സൈഡിലായിട്ടാണ് ഇത് ഒരു 8 മരങ്ങൾ 10 മരങ്ങളായിട്ട് വരുന്നത്. ഈ നല്ല പിങ്കിൽ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നാട്ടിൽ ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് റിഗയിൽ വന്നതിന് ശേഷം എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം തിരക്കിൽ നിന്ന് മാറി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു നല്ല സ്ഥലം തപ്പി നടക്കുമായിരുന്നു ഞാൻ കുറേ നേരമായിട്ട്. ഞാനാണെങ്കിൽ എവിടെ നോക്കിയാലും ആളുകളും കുറേ വെയിലും അല്ലാതെ വേറൊന്നും കണ്ടില്ല. അങ്ങനെ അവസാനമാണ് ഒരു സ്ഥലം കിട്ടിയത്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. തിരിച്ചൊരു വലിയ യാത്ര ഉള്ളതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ ഇതൊക്കെ ചുമ്മാ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കുത്തി വരച്ചിരുന്നു. ചുമ്മാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു കുറച്ച് നേരം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് മൊത്തം ഇനി തിരിച്ച് ഇതുപോലെ ഞാൻ യാത്ര ചെയ്യണമല്ലോ എന്നായിരുന്നു. ഇതുപോലെയൊക്കെ ചുമ്മാ കുറച്ച് നേരം പുറത്തു പോയി ഇരിക്കുന്നതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു മൊമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫേവറേറ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഞാൻ പോകാൻ ശ്രമിക്കാം. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ലൈഫോ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.